ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെയും, ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വലിയ കൃപയും കരുണയും എല്ലാം അനുഭവിച്ചറിയാൻ ദൈവം നമുക്കൊരവസരം തന്നിരിക്കുകയാണെന്ന്. ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ കരുണയൊക്കെ അറിയാൻ ദൈവമായി നമുക്ക് തന്നിട്ടുള്ള നല്ലൊരു അവസരം. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത കാലത്ത് എനിക്കൊരു ദൈവികമായൊരു ബോധ്യം എനിക്ക് ലഭിച്ച കാര്യമാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വാഗ്ദാനമുണ്ട്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. എന്നിട്ട് ചോദിച്ചിട്ട് എന്താ ലഭിക്കാത്തത്? ഒരാള് പ്രാർത്ഥിക്കാനായി വന്നപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഞാൻ നാളുകളായി ഒരു വിഷയത്തിന് വേണ്ടി ഒരുപാട് നാളായി പ്രാർത്ഥിക്കുന്നു, ഇന്നു വരെയായിട്ടും ആ പ്രാർത്ഥിച്ച മേഖലയിൽ ഒരനക്കം പോലും സംഭവിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് ഈ വ്യക്തി പ്രാർത്ഥിച്ച വിഷയത്തിൽ ഒരനക്കം പോലും സംഭവിച്ചിട്ടില്ല എന്ന് ആ വ്യക്തി അങ്ങനെ പറയുമ്പോൾ നമ്മളിവിടെ പ്രാർത്ഥന നടത്താൻ നമുക്കൊരു വിഷമം തോന്നുന്നു. എന്താ അങ്ങനെ സംഭവിച്ചത്? അപ്പോൾ ഈ വ്യക്തി ഇത് പറഞ്ഞിട്ട് സങ്കടമൊക്കെ പറഞ്ഞു പോയി, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ആ വ്യക്തി ബൈബിളിൽ 2-3 വചനങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞു, ബൈബിളിൽ ഇത്ര ഉറപ്പോടുകൂടെ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥന കേൾക്കും, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും, ദൈവം തരുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ വചനം ഒന്നും കൂടെ എടുത്ത് വായിച്ചു നോക്കി. ഇത്രയും ഉറപ്പോടുകൂടെ വചനം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. എന്നാൽ ഈ വചനമൊക്കെ വായിച്ചു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബോധ്യം വന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ദൈവം ഒരു ഡിമാൻഡ് വച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ, ഒരു കുടുംബത്തിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ ബൈബിളിലെ ദൈവം ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. ഡിമാൻഡ്. ആ ഡിമാൻഡാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാമത്തെ വാക്യം. ശ്രദ്ധിച്ചു കേട്ട്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്കത് ലഭിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഡിമാൻഡ് ഉള്ള ഒരു വചനം. 2 കാര്യം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ എഴുതിയിരിക്കുന്ന അടുത്ത ഒരു പ്രത്യേക സവിശേഷത, ഇഷ്ടമുള്ളത് ചോദിച്ചോളുക, ഇഷ്ടമുള്ളത് എന്ത് കാര്യവും ചോദിച്ചോളുക, നിങ്ങൾക്കത് ലഭിക്കും. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. അപ്പൊ നോക്കൂ, നമ്മൾ പ്രാർത്ഥിച്ചിട്ടും കിട്ടാത്ത മേഖലകളിൽ കിടക്കുന്ന ഒരു തടസ്സമാണ്, നമ്മൾ കേൾക്കുന്നു, നമ്മളിൽ അത് നിലനിൽക്കുന്നില്ല. ദൈവവചനം കേട്ട് അത് നമ്മളിൽ നിലനിൽക്കാൻ തുടങ്ങുമ്പോൾ നമ്മിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. ഹല്ലേലൂയ. അതാ വിശുദ്ധ ഗ്രന്ഥം, നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്ക് നിങ്ങൾ, വചനത്തിന്റെ പ്രത്യേകത അറിയോ? വചനം ദൈവമാണ്. വചനം ദൈവം എന്ന് പറഞ്ഞ ശക്തിയുള്ള ദൈവത്തിന്റെ അതേ ശക്തി ദൈവവചനത്തിനുണ്ട്. അപ്പൊ ദൈവവചനം കേൾക്കാൻ വേണ്ടി കണ്ണും കാതും ശരീരവും തുറന്നു കൊടുക്കണം. ഹല്ലേലൂയ. ദൈവവചനം ഒരു ചെവി കൊണ്ട് കേട്ട് ഇപ്പുറത്തെ ചെവി കൂടെ കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യം. നമ്മൾ ദൈവവചനം കണ്ണിലൂടെ കാതിലൂടെ എല്ലാം കേട്ട് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണം. ആ വചനം നമ്മളിൽ നിലനിൽക്കണം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച്, നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ചേർന്ന് പറയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. 2 സ്ഥലത്താണ് പ്രാർത്ഥന കേൾക്കാൻ തടസ്സം പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഇതാണ്. 2-ാമത്തെ കാര്യം യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുകയാണ്, ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ചോദിക്കുന്നുകൊണ്ടാണ്. യാക്കോബ് ശ്ലീഹ നിങ്ങൾ 2 സ്ഥലത്ത് പ്രാർത്ഥന ദൈവം ഉത്തരം തരികയില്ല. ഒന്ന്, ദൈവത്തിന്റെ വചനം നമ്മൾ നിലനിൽക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ദൈവത്തിൽ വസിക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരവില്ല. 2-ാമത്തെ കാര്യം, നിങ്ങൾ ചോദിച്ചിട്ടും ലഭിക്കുന്നില്ലെങ്കിൽ ചോദിച്ച കാര്യങ്ങൾ നമ്മുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചോദിക്കുന്ന കാര്യം ദൈവം മറുപടി തരികയില്ല. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു കഥയാണ്, ഒരു കഥ. അതിനകത്തൊരു കാളവണ്ടിക്കാരനെയും ആ കാളവണ്ടി ഉന്തിക്കൊണ്ടു പോകുന്ന, അല്ലെ അതിനെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരാളെ കുറിച്ചുമാണ് കഥ എഴുതിയിരിക്കുന്നത്. 3 കാളവണ്ടിക്കാരൻ. പ്രാർത്ഥനയെ കുറിച്ചാണ് ഇത് പറയുന്നത്. അപ്പൊ ഒരു കാളവണ്ടിക്കാരൻ കാളയുമായി ഇങ്ങനെ ആളുകളെ കയറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ കാളവണ്ടി ചെളിക്കകത്ത് താന്നുപോയി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ. ഈ ചെളിക്കകത്ത് താന്നു പോയപ്പോൾ കാളവണ്ടിക്കാരൻ ഉടനെ അങ്ങോട്ട് മാറി എന്ന് വെച്ച് കൈ വിരിച്ചു പിടിച്ച് ഭയങ്കരമായ ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവും ശിഷ്യന്മാരും അതിനടുത്തൂടെ ഇങ്ങനെ കടന്നുപോയി. അപ്പോൾ അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതാ ഒരു കാളവണ്ടിക്കാരൻ. ആ കാളവണ്ടി ചെളിക്കകത്ത് താന്നുപോയി. കാളവണ്ടിക്കാരൻ അപ്പുറത്തുനിന്ന് ഭയങ്കര പ്രാർത്ഥന.
ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു, നമുക്ക് എല്ലാം കൂടെ പോയി ആ വ്യക്തിയെ ഒന്ന് സഹായിച്ചാലോ? ഈശോ പറഞ്ഞു, ആ വ്യക്തിയെ സഹായിക്കേണ്ടത്. ശിഷ്യന്മാർക്ക് ഭയങ്കര അത്ഭുതമായി. ഇതെന്താണ് അങ്ങനെ പറഞ്ഞത്? സഹായിക്കണം, ആ വ്യക്തി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, സഹായിക്കേണ്ടതുണ്ട്. വീണ്ടും കുറച്ചുകൂടെ അങ്ങ് ചെന്നപ്പോൾ ഇതാ വേറൊരു കാളവണ്ടിക്കാരൻ ചെളിയിൽ കുടുങ്ങി കിടക്കുകയാണ്. അപ്പൊ ആ കാളവണ്ടിക്കാരന്റെ പ്രത്യേകത, കാളവണ്ടിക്കാരന് പ്രാർത്ഥനയെന്നില്ല, കാളയെ അടിയോടടിയാണ്. കാളനെ അടിക്കുകയും കാളവണ്ടിക്ക് ഇതെന്ത് കഷ്ടമാണ്, ഭയങ്കര വർത്താനം കാളയോട് ആൾക്ക് പ്രാർത്ഥനയില്ല. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, അയ്യോ ഒരു പാവം മനുഷ്യൻ, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് സഹായിച്ചാൽ. ഈശോ പറഞ്ഞു, ആ വ്യക്തിയെ സഹായിക്കേണ്ടത്. ഇപ്പൊ ശിഷ്യന്മാർക്ക് അത്ഭുതം, ഇതെന്താണ്, ആരെ സഹായിക്കും? കുറച്ചുകൂടെ ചെന്നപ്പോൾ ഒരു കാളവണ്ടിക്കാരൻ, ഇതാ ഒരു കാളവണ്ടി ചെളിക്കാത്ത താന്നുപോയി. കാളവണ്ടിക്കാരൻ കാളവണ്ടി ഉന്തുകയും ചെയ്യുന്നുണ്ട്, വാ കൊണ്ട് ഉറക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ട് കാര്യം ഒരേ സമയത്ത് ചെയ്യുക. ഒരു കാളവണ്ടി ചെളിക്കാത്ത താന്നുപോയി, ഇത് കയറാൻ. അപ്പൊ ഉടനെ പുള്ളിക്കാരന് പറ്റാവുന്നിടത്തോളം ഈ കാളവണ്ടി ഉന്തുകയും ചെയ്യുന്നുണ്ട്, വാ കൊണ്ട് പുള്ളി ദൈവമേ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. അപ്പൊ ശിഷ്യന്മാർ ഇതുപോലെ വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചു, ഈ വ്യക്തിയെ സഹായിച്ചാലോ? ഈശോ പറഞ്ഞു, വേഗത്തിൽ ആ വ്യക്തിയെ സഹായിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് ആ വ്യക്തി എല്ലാവരും കൂടെ ചെന്ന് ആ കാളവണ്ടി ഉന്തിക്കയറ്റി. ആ വ്യക്തിക്ക് ഭയങ്കര സന്തോഷം. ആരെയാണ് സഹായിച്ചത്? പ്രാർത്ഥന. ചില ആളുകൾ വെറുതെ പ്രാർത്ഥിക്കും, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ വചനം നിലനിൽക്കുന്നില്ല, ഒരു മാറ്റവും ഇല്ല. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പ്രാർത്ഥന മാത്രം പോരാ. ചില വ്യക്തികൾ എപ്പോഴും ഒരു പ്രശ്നം വന്നാൽ പിന്നെ ആ പ്രശ്നത്തെ നോക്കി എപ്പോഴും വിഷമമായി, നിരാശയായി, എപ്പോഴും അങ്ങനെ ചിന്തിക്കും. അതിന് ഉത്തരവില്ല. പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുപോലെ നടക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ വചനത്തിന് അർത്ഥം അതല്ലേ നോക്കി, നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു. അപ്പൊ നമ്മുടെ ദൈവവചനം നമ്മുടെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുകയും അതിനോട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ആ പ്രവൃത്തിയിൽ ഇടപെടും. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. പ്രിയപ്പെട്ട, നമ്മളെല്ലാം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേകത ഇതാണ്, നമ്മളിപ്പോൾ നമ്മുടെ ഒരു വലിയ പ്രശ്നത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ നല്ല കഴിവും സ്വാധീനമുള്ള ഒരു വ്യക്തിയോട് ഇതൊന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നത്തിൽ ഒന്ന് ഇടപെടുത്തണമെന്ന് നമുക്കൊരാഗ്രഹമുണ്ട്. നമ്മൾ എങ്ങനെയായിരിക്കും ആ പ്രശ്നത്തിൽ ആ വ്യക്തി ഇടപെടുന്നത്? ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്ന് ആ വ്യക്തിയോട് പോയി പറയും, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളൊന്ന് സഹായിക്കണം. അപ്പോഴാണ് ഈ വ്യക്തി നമ്മുടെ പ്രശ്നത്തിൽ ഇടപെടാൻ തുടങ്ങുന്നത്, അല്ലേ? എന്ന് പറയുന്നത് നോക്കി, നമ്മുടെ ഒരു പ്രശ്നത്തിൽ നമ്മൾ ആ ഒരു പ്രശ്നത്തിൽ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ആ പ്രശ്നത്തെ ദൈവകരങ്ങളിൽ കൊടുക്കുകയും വേണം, നമ്മുടെ പ്രവൃത്തിയും ഒപ്പത്തിനൊപ്പം നടക്കണം. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഒരു വചനം ബൈബിളിലുണ്ട്. 2 ദിനവൃത്താന്തം 20-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത്. യഹോഷാഫാത്ത് എന്ന് പേരുള്ള ഒരു രാജാവിനെ കുറിച്ചാണ് സംഭവം പറയുന്നത്. രാജാവിന്റെ പേര് യഹോഷാഫാത്ത് എന്നാണ്. ഒരു ദിവസം രാജ്യത്തിലെ ചില ആളുകൾ ഓടി വന്ന് ഈ പേരുള്ള യഹോഷാഫാത്ത് എന്ന രാജാവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, രാജാവേ, ഇതാ കടലിന്റെ അക്കരെ നിന്ന് മൊവാബ്യരും അമോന്യരും മെയൂരും ചേർന്ന് ആയുധങ്ങളുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഇത് കേട്ടപ്പോൾ രാജാവ് പെട്ടെന്ന് ചോദിച്ചു, ആരൊക്കെയാണ് വരുന്നത്? ആരൊക്കെയാണ് യുദ്ധത്തിന് വരുന്നത്? അപ്പോൾ ഇവർ പറഞ്ഞു കൊടുത്തു, മൊവാബ്യരുണ്ട്, അമോന്യരുണ്ട്, മെയൂരുണ്ട്. ഇവരെല്ലാം ശക്തിയുള്ളവരാണ്. യഹോഷാഫാത്ത് എന്ന് പറയുന്ന വ്യക്തി ഈ പറഞ്ഞ ആൾക്കാർ രാജാവിനോട് പറഞ്ഞപ്പോ യഹോഷാഫാത്ത് പെട്ടെന്ന് ചിന്തിച്ചത്, ഇപ്പൊ തന്നെ രാജാവ് വിഷമിച്ച് വേഗം മുറി കയറി വാതിലടച്ച് എന്തേലും അതിക്രമം ചെയ്യുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ രാജാവ് നല്ല ദൈവീക ജ്ഞാനമുള്ള ഒരാളായിരുന്നു. എന്താ ചെയ്യുന്നറിയോ? അവര് വരുന്നു എന്ന് കേട്ടപ്പോൾ അവരുടെ ശക്തിയുടെ മുമ്പിൽ യഹോഷാഫാത്തും സൈന്യവും രാജ്യവും ഒക്കെ തോക്കുമെന്നറിഞ്ഞപ്പോൾ ചെയ്ത കാര്യമാണ് എഴുതിയിരിക്കുന്നത്. 20-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ടെ. അവൻ ഭയന്നു, പേടിച്ചു ആദ്യം. പക്ഷെ 2-ാമത്തെ കാര്യം, കർത്താവിങ്കലേക്ക് തിരിയാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. അതൊരു വലിയ തീരുമാനമാണ്. അതായത് യഹോഷാഫാത്തിനോട് കൂടെയുള്ള ആളുകൾ വന്ന് പറഞ്ഞത്, ഇതാ കടല് കടന്ന് ഇത്ര വലിയ ശക്തമായ ഒരു സൈന്യം യുദ്ധത്തിന് വരാൻ പോകുന്നു, ഇപ്പൊ തോക്കുന്നാ പറഞ്ഞത്. രാജാവ് ചെയ്തത് എന്താ? രാജാവ് പെട്ടെന്ന് ഭയന്ന് ഒറ്റ തീരുമാനമെടുത്തു, ഞാൻ കർത്താവിങ്കലേക്ക് തിരിയും. ഹല്ലേലൂയ. ദൈവം പലരുടെ ജീവിതത്തിലും പ്രവർത്തിക്കാത്തതെന്നറിയോ? ഈ തീരുമാനം കുറവാണ്. ദൈവത്തിങ്കിലേക്ക് ഞാൻ തിരിയാൻ ഒരു തീരുമാനം വേണം. ഹല്ലേലൂയ. എനിക്കറിയാവുന്ന ഈ പ്രദേശത്തുള്ള എത്രയോ വ്യക്തികൾ ഈ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ?
ഈ പ്രദേശത്ത് തന്നെ ഏകദേശം ഒരു 1/4 മണിക്കൂർ വണ്ടി ഓടിച്ചാൽ എത്താവുന്ന ഓട്ടത്തിൽ ഈ സ്ഥലത്ത് വന്ന് അവരവരുടെ ചീത്ത സ്വഭാവങ്ങളും മദ്യപാനവും ആ പാൻ മസാല ഉപയോഗിക്കുന്നതും ഈ ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ മാറ്റി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? കർത്താവിങ്കലേക്ക് തിരിയാൻ തുടങ്ങി. പണ്ട് ആ വ്യക്തികൾ ഒരു 10-15 ഒരു മാസം കഠിനമായിട്ട് ഞായറാഴ്ച വരെ പണിക്ക് പോയാലും പൈസയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വെള്ളിയാഴ്ച വന്നാൽ ഒരു ദിവസം അവധിയാണ്, അന്ന് ജോലിക്ക് പോകുന്നില്ല, ഞായറാഴ്ചയും പണിയെടുക്കുകയില്ല. ഈ 2 ദിവസവും മാറ്റിയിട്ടും ഇന്ന് അദ്ദേഹം പറയാണ്, ഞാൻ കർത്താവിങ്കലേക്ക് തിരിയാൻ തീരുമാനിച്ചു. എനിക്ക് ഇഷ്ടംപോലെ പൈസ ഉള്ള പോലെ എനിക്ക് തോന്നുന്നു, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, സന്തോഷമുണ്ട്, കുടുംബജീവിതമുണ്ട്, കുടുംബ പ്രാർത്ഥന നടക്കുന്നുണ്ട്, സന്തോഷമുണ്ട്, സാമ്പത്തികവും വലിയ പ്രശ്നമൊന്നുമില്ല, എല്ലാം നന്നായി വരുന്നുണ്ട്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് മനസ്സിലാക്കിക്കേ. ചില ആളുകൾ ദൈവവചനം കേട്ട് വീണ്ടും പഴയ പോലെയാ. ഈ വചനം നോക്കിക്കേ. രാജാവ് ചെയ്ത കാര്യം ഇവിടെ നിൽക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, കർത്താവിങ്കലേക്ക് തിരിയാൻ തീരുമാനിക്കണം. ഒരു ധ്യാനം കൂടി 4 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞു, ഒരു വൺ ഡേ പ്രോഗ്രാം കൂടി പഴയ പോലെ ഇറങ്ങി പോകരുത്. ഞാൻ ദൈവത്തിങ്കലേക്ക് തിരിയും. എങ്ങനെ തിരിയും? ഞാൻ മനുഷ്യരിലേക്ക് തിരിയുന്ന പോലെ അല്ല ദൈവത്തിങ്കലേക്ക് തിരിയുന്നത്. മനുഷ്യരിലേക്ക് തിരിയുമ്പോൾ എന്തുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, ആരും പ്രശ്നമില്ല, അവർ ചിരിച്ചങ്ങ് പോകും. ദൈവത്തിങ്കലേക്ക് തിരിയുമ്പോൾ എനിക്ക് എന്റെ ദൈവത്തോട് നിൽക്കാൻ ചേർന്നതല്ലാത്തതെല്ലാം പോണം. സാവുളിന്റെ കണ്ണിൽ നിന്ന് എന്തോ ഒരു സാധനം പോയതുപോലെ, കണ്ണിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ സാവുളിൽ തോന്നിയ പൗലോസായി. ചെതുമ്പല് പോലെ എന്തോ ഒന്ന് പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ചിലതൊക്കെ പോകാനുണ്ട്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ. കർത്താവിങ്കലേക്ക് തിരിയാൻ തീരുമാനിക്കണം. ഈ തീരുമാനമുള്ള വ്യക്തികളെ ദൈവം അനുഗ്രഹിക്കും. അത് രണ്ടാമത്തെ രാജാവ് എന്താ ചെയ്തെന്ന് എഴുതിയിരിക്കുകയാണ്. യൂദായിലെങ്ങും ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. ഹല്ലേലൂയ. രാജാവ് 2 കാര്യം ചെയ്തുള്ളൂ. ഒന്ന്, ദൈവത്തിങ്കിലേക്ക് ഞാൻ തിരിയാൻ തീരുമാനിച്ചു. ആ വ്യക്തി ഭരിക്കുന്ന രാജ്യത്തിലെ എല്ലാ ആളുകളും ഉപവാസം എടുക്കാൻ പറഞ്ഞു. ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. രാജാവ് എന്തിനാ ഉപവാസം എടുക്കാൻ പറഞ്ഞത്? രാജാവ് എന്തിന് കർത്താവിങ്കിലേക്ക് തിരിയാൻ പറഞ്ഞു? ഒരാൾക്ക് ശക്തിയുള്ള ഒരു രാജ്യം യുദ്ധത്തിന് വരുമ്പോ ഉപവാസം എടുക്കുകയാണോ വേണ്ടത്? ശക്തമായ ഒരു രാജ്യം യുദ്ധത്തിന് വരുമ്പോ കർത്താവിങ്കിലേക്ക് തിരിയാൻ തീരുമാനിക്കുകയാണോ വേണ്ടത്? ഇതുകൊണ്ട് എന്താ ഗുണമുള്ളത്? എന്നാൽ ഇനി നിങ്ങൾ വീട്ടിൽ പോയി 20-ാമത്തെ അധ്യായം വായിച്ചു നോക്കിക്കോ. രാജ്യത്തിലെ രാജാവ് ദൈവത്തിങ്കിലേക്ക് തിരിയാൻ തീരുമാനിച്ചു, ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. എന്ത് സംഭവിച്ചു? ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് അനുഭവിക്കാൻ പറ്റുന്ന സുഖം അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചു, എനിക്ക് അനുഭവിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വേണ്ടെന്ന് വെച്ചു, ചില ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചു, എന്റെ ശരീരത്തിൽ അല്പം ക്ഷീണം സംഭവിച്ചു. ഒരു ത്യാഗമാണത്. ഇങ്ങനെ എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? 20-ാമത്തെ അധ്യായത്തിൽ കർത്താവ് രാജ്യത്തിന് വേണ്ടി പുതിയ വഴികൾ തുറന്ന് രാജ്യത്തിലെ ഓരോ വ്യക്തികളെയും ശക്തമായി അനുഗ്രഹിക്കാൻ തുടങ്ങി. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചേ. ഇവിടെ കാണുന്നത് യൂദായിലെ യഹോശാഫാത്ത് രാജാവിനെ കുറിച്ചാണ്. ഇവിടെ നമ്മളിപ്പോ ഇത്രയും പേര് പങ്കെടുക്കുന്നത് ഓരോ കുടുംബത്തിലെയും അപ്പനും അമ്മയുമാണ്. നിങ്ങൾ കർത്താവിങ്കലേക്ക് തിരിയാൻ തീരുമാനിക്കണം. രണ്ടാമത്, നിങ്ങളുടെ കുടുംബത്തിൽ ചില ഉപവാസങ്ങൾ പ്രഖ്യാപിക്കണം. നിങ്ങളുടെ മക്കളോട് പറയണം, ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം ഇല്ല. നിങ്ങൾ ചില ഉപവാസങ്ങൾ പ്രഖ്യാപിക്കണം. ഞാൻ മാത്രം ഇന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഒരു രാജാവാണ്, ഈ യഹോശാഫാത്തിനെ പോലെ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് ഭക്ഷണം, ഇന്ന് നാളെ ഉപവാസമാണ്. ഒരു നേരം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ ദൈവ പ്രവൃത്തി സംഭവിക്കും. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കാര്യങ്ങൾ രാജാവ് ചെന്നു. 2 കാര്യങ്ങൾ രാജാവ് ചെയ്തത്, കർത്താവിങ്കിലേക്ക് തിരിയാൻ തീരുമാനിച്ചു. 2 ഉപവാസം പ്രഖ്യാപിച്ചു. 3-ാമത്തെ ഒരു കാര്യം, ഇത്രയും കാര്യം ചെയ്തപ്പോ നോക്കിക്കേ, ഈ സംഭവം നടക്കുന്നത് ശക്തമായ ഒരു സൈന്യം യുദ്ധത്തിന് വരുമ്പോഴാണ്. ഹല്ലേലൂയ. ഇതുപോലെ ശ്രദ്ധിച്ച്, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മളെ തന്നെ വിഴുങ്ങിക്കളയാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ വരാം. കുടുംബ പ്രശ്നങ്ങൾ, നമ്മളെ തന്നെ വിഴുങ്ങിക്കളയുന്ന പ്രശ്നങ്ങൾ വരാം. മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, മദ്യപാനമാണ്, വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, രോഗമാണ്, സാമ്പത്തിക തകർച്ചയാണ്, സമാധാനമില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങളും ശത്രുവിനെ പോലെ കടൽ കടന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. സാധ്യതയുള്ളതാ, വരാം, ഒരുപക്ഷെ വരാം. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അയ്യോ ഇനി പ്രാർത്ഥനയില്ലെന്നല്ല. ഇതിനെ നമ്മൾ ഉപവാസം പ്രഖ്യാപിച്ചും കർത്താവിങ്കിലേക്ക് തിരിയാൻ തീരുമാനമെടുത്തും ഈ പ്രതിസന്ധിയെ ഫേസ് ചെയ്യണം. ഹല്ലേലൂയ. ഈ യഹോശാഫാത്തിനോട് ഇത്രയും ആൾക്കാർ എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം വിചാരിച്ചു രാജാവ് പെട്ടെന്ന് കൊട്ടാരത്തിനകത്ത് കയറി വാതിലടച്ച് പുള്ളി അകത്തിരുന്ന് കരയുവാന്നാ വിചാരിച്ചത്.
പുള്ളി അങ്ങനെ ഒന്നും ചെയ്തില്ല, ഒരു തുള്ളി കണ്ണുനീര് പോലും വന്നില്ല. പുള്ളിക്കറിയാം ഞാൻ ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ ദൈവം എന്റെ നേർക്കും തിരിയും. ഹല്ലേലൂയ. ഇനി ഇത്രയും പേരും ശ്രദ്ധിച്ചു നോക്കിക്കേ, നമ്മൾ ഇവിടെ പ്രാർത്ഥന തുടങ്ങി ഇത്രയും 4-4.5 വർഷമായി. ഇത്രയും നാൾ അനേകം ആളുകൾ ദൈവത്തിലേക്ക് തിരിയാൻ തുടങ്ങിയപ്പോൾ സ്വർഗം അവരുടെ നേരെ തിരിഞ്ഞിട്ടില്ലേ? സ്വർഗം അവരുടെ നേരെ കൈ നീട്ടിയിട്ടില്ലേ? നിങ്ങൾ ദൈവസന്നിധിയിൽ കൈ നീട്ടിയപ്പോൾ ദൈവം എത്രയോ കുടുംബങ്ങൾക്ക് നേരെ കൈ നീട്ടി തന്നു. എത്രയോ കുടുംബങ്ങളെ വലിയ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്തി. എത്രയോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എടുത്തു മാറ്റി. ദൈവം പ്രവർത്തിക്കും, ചുമ്മാ പറയുന്നതല്ല. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. 4-ാമത്തെ വചനം, കരങ്ങൾ താഴ്ത്തിക്ക്. 4-ാമത്തെ വചനം ഇങ്ങനെയാണ്: രാജാവ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് കണ്ടപ്പോൾ ആ രാജ്യത്തിലെ മുഴുവൻ ആണുങ്ങളും പുരുഷന്മാരെല്ലാം കൂടെ ദേവാലയത്തിലേക്ക് ഓടി വന്നു. ഹല്ലേലൂയ. ശത്രു സൈന്യം യുദ്ധത്തിന് വരാൻ നേരത്ത് എഴുതിയിരിക്കുന്ന വചനം ഇങ്ങനെയാണ്: കർത്താവിന്റെ സഹായം തേടാൻ യൂദയായിലെ നിവാസികൾ ഒരുമിച്ചുകൂടി കർത്താവിനെ അന്വേഷിച്ചു. യൂദായിലെ എല്ലാ നഗരങ്ങളിൽ നിന്നും ആളുകൾ വന്നു. ദേവാലയത്തിന് മുമ്പിലുള്ള മുറ്റത്ത് സമ്മേളിച്ചു. ജനങ്ങളെല്ലാം കൂടെ വന്നങ്ങ് സമ്മേളിച്ചു. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിച്ച്, ഒരു പ്രശ്നം വന്നപ്പോ അവരാദ്യം ഓടിക്കൂടിയത് എങ്ങോട്ടാണെന്നറിയോ? യൂദാ നിവാസികളെല്ലാം കൂടെ ഓടി ദേവാലയത്തിന്റെ മുറ്റത്തുള്ള ഗ്രൗണ്ടിൽ ഒരുമിച്ച് അങ്ങോട്ട് കൂടി. എന്നിട്ട് എന്തിനാ വന്നതെന്ന് എഴുതിയിരിക്കുക? ദൈവത്തിന്റെ സഹായം തേടാൻ, ആയുധത്തിന്റെ ബലം തേടാൻ വന്നതല്ല, ദൈവത്തിന്റെ സഹായം തേടാൻ. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഞാൻ എന്തിനാ ഈ തൊണ്ണ പൊട്ടിക്കുന്നത്? ഞാൻ എന്തിനാ ഈ തൊണ്ണ? ദൈവ സഹായം തേടുക നമ്മൾ. ഹല്ലേലൂയ. ഞാനും നിങ്ങൾ ഒരു പ്രശ്നത്തിൽ, പ്രതിസന്ധിയിൽ നമ്മൾ ആദ്യത്തെ 1 മണിക്കൂർ തകർന്ന് തരിപ്പണമാകുമായിരിക്കാം. പക്ഷെ നമ്മൾ ഓർത്തു, നമ്മൾ കർത്താവിലേക്ക് തിരിഞ്ഞ് ദൈവ സഹായം ചോദിക്കണം. ഹല്ലേലൂയ. എന്റെ കുടുംബത്തിൽ സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ ഞാൻ ദൈവ സഹായം ചോദിക്കണം. എന്റെ കുടുംബത്തിൽ വലിയൊരു തകർച്ച, ഒരു ഭിന്ന അഭിപ്രായം വന്ന് കുടുംബസമാധാനം തകർന്നിരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ടോടി തർക്കം തീരി ദൈവ സഹായം ഞാൻ ചോദിക്കണം. ദൈവ സഹായം. ബൈബിളിൽ വായിച്ചു നോക്കിക്കേ, യഹോഷാഫാത്ത് ഉപവാസം പ്രഖ്യാപിച്ചപ്പോൾ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടി കർത്താവിനോട് സഹായം ചോദിച്ചു. ഇതിനകത്ത് വലിയ മിടുക്കന്മാരും ബുദ്ധിജീവികളും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ കാണും. പക്ഷെ അവരെല്ലാം ദൈവ സഹായം ചോദിച്ചു. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. ഞാൻ ബൈബിളിൽ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത, ദൈവ സഹായം ചോദിച്ചിട്ടുള്ളവരുടെ എല്ലാം ജീവിതത്തിൽ ദൈവം സഹായം ചെയ്തിട്ടുണ്ട്. ഈ ബൈബിളിൽ നമ്മൾ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, യഹോശാഫാത്ത് ദൈവസഹായം ചോദിച്ചപ്പോ ദൈവവും അളന്നല്ല അതിൽ കൂടുതൽ സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇനി ബൈബിളിലേക്ക് വരുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകത, 20-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ യഹോശാഫാത്ത് എങ്ങനെയാണ് ദൈവസഹായം തേടിയത്? നമുക്ക് പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യം, ഒരു ദൈവിക വെളിപ്പെടുത്തലാണ്, ഒരു ജ്ഞാനമാണ് കേട്ടോ. നമ്മളൊരു പ്രശ്നം വരുമ്പോ എങ്ങനെ ഞാൻ ദൈവസഹായം തേടണം, എങ്ങനെയാണ് ഈ 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ യഹോശാഫാത്ത് ദൈവസഹായം തേടിയത്? എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: യഹോശാഫാത്ത് ദൈവസന്നിധിയിൽ നിന്ന് ഇപ്രകാരം പറഞ്ഞു, ഈ വലിയ സൈന്യ വ്യൂഹത്തോട് പൊരുതാൻ ഞങ്ങൾക്ക് ഒരു ശക്തിയും ഇല്ല, ഞങ്ങൾ അശക്തരാണ്, ഞങ്ങൾ ഒന്നുമില്ല, ഞങ്ങൾ വെറും പാവങ്ങളാണ്. ഹല്ലേലൂയ. എന്താ യഹോശാഫാത്ത് പറഞ്ഞത്? ഈ രാജ്യത്തിനെതിരെ പോരാടാനുള്ള ശക്തി ഞങ്ങൾക്കില്ല. അവരെ തന്നെ അവരുടെ ബലഹീനതയെ ദൈവകരങ്ങളിൽ കൊടുത്തു. അടുത്തത്, എന്തു ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്കറിയില്ല, എങ്കിലും ഞങ്ങൾ അങ്ങയിൽ അഭയം തേടുന്നു. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പം പറയാം, അച്ഛാ ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ്, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഞങ്ങൾ മക്കൾ ഇങ്ങനെയാണ്, പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഒരു വിശ്വാസവും ഇല്ല, പ്രാർത്ഥനയില്ല, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ മക്കളുടെ കല്യാണപ്രായം ആകാറായി, എന്ത് ചെയ്യണമെന്ന് പൈസയില്ല, കെട്ടിച്ച എന്ത് ചെയ്യും അറിയത്തില്ല. ഇവിടെ ഇരിക്കുന്ന പലർക്കും ജീവിത പ്രശ്നങ്ങൾ മുന്നിൽ കാണുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെങ്കിൽ നമ്മുടെ തലയ്ക്ക് മുകളിലിരിക്കുന്ന ദൈവത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഉറക്കെ ഒരു കാര്യം വിശ്വസിച്ചോ, 20-ാം അധ്യായത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച യഹോശാഫാത്തിന്റെ ജീവിതത്തിൽ കാണുന്നത്, യഹോശാഫാത്തിനോടും ജനങ്ങളോടും ദൈവം പറഞ്ഞു, നിങ്ങൾ ശാന്തരായിരുന്നാ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട, നാളെ അവർക്കെതിരായി നീങ്ങുവിൻ, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇനി നോക്കിക്കോ, യഹോശാഫാത്ത് ദൈവസഹായം ചോദിച്ചപ്പോൾ 20-ാം അധ്യായത്തിൽ 20-ാമത്തെ തിരുവചനം വരുമ്പോൾ കാണുന്നത് എങ്ങനെയാണ്? സ്വർഗം അളന്നല്ല ശക്തമായൊരു സഹായം യഹോശാഫാത്തിനും രാജ്യത്തിലെ ജനങ്ങൾക്കും കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു കാര്യം നിങ്ങൾ വിശ്വസിച്ചോ, ഞാനും നിങ്ങളും ഈ യഹോശാഫാത്ത് എന്ന രാജാവിനെ പോലെ കരങ്ങൾ ഉയർത്തുന്നത് കർത്താവിലേക്ക് തിരിയാനുള്ള തീരുമാനം കൊണ്ടായിരിക്കണം. ഹല്ലേലൂയ.
തീരുമാനം, ഒരുപക്ഷെ മദ്യപാനമോ മയക്കുമരുന്നോ ലഹരി വസ്തുക്കളോ ചീത്ത ബന്ധങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള തീരുമാനമാണ് കർത്താവിലേക്ക് തിരിയുന്നതിന്റെ അടയാളം. ഹല്ലേലൂയാ പറഞ്ഞേ, ഹല്ലേലൂയാ ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയാ. അതാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 17-ാമത്തെ വാക്യം. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഒരു നിമിഷം ഈ വചനത്തോട് ചേർന്ന് കണ്ണുകൾ അടയ്ക്കാം. ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോ ഇപ്രകാരം പറഞ്ഞു. ആ വ്യക്തിക്ക് മദ്യപിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ആ വ്യക്തി ആർക്കും കുടിച്ചു തോപ്പിക്കാൻ പറ്റിയല്ല, തെറി പറഞ്ഞും തോപ്പിക്കാൻ എന്നെ ആരുമില്ല. അതാണ് ആദ്യം എന്നെ കണ്ടപ്പം പറഞ്ഞത്. അച്ഛാ, എന്നെ കുടിച്ചു തോപ്പിക്കാൻ ആരുമില്ല, എന്നെ ബീഡി വലിച്ചു തോപ്പിക്കാൻ ആളില്ല, എന്നെ തെറി പറഞ്ഞു തോപ്പിക്കാൻ ആളില്ല. എന്തിനാ വന്നത്? ഇത് പറയാൻ വേണ്ടി വന്നതല്ല. ആ വ്യക്തിയുടെ കല്യാണം നടക്കുന്നില്ലെന്ന് പറയാമെന്നാണ്. അപ്പൊ നിങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കി, ഈ വ്യക്തിയുടെ കല്യാണം നടക്കണോ വേണ്ടയോ? നമുക്ക് പെട്ടെന്ന് മനസ്സിൽ കിട്ടും, എന്തിനാ ഇങ്ങനെയുള്ളവരുടെയൊക്കെ കല്യാണം നടക്കുന്നേ നമുക്ക് തോന്നും. അപ്പൊ ഒരു വചനം അങ്ങോട്ട് കൊടുത്തു. ഒരു വചനം പറഞ്ഞു, നിനക്ക് ജീവിതത്തിൽ ഒരു അനുഗ്രഹം കിട്ടണമെങ്കിൽ കർത്താവിലേക്ക് തിരിയണം. നീ നന്നായിട്ട് പ്രാർത്ഥിക്കണം, നീ ഉപവസിച്ചു പ്രാർത്ഥിക്കണം. ശക്തമായ ഒരു ദൈവിക വെളിപ്പെടുത്തൽ പറഞ്ഞു. അങ്ങനെയാണോ അച്ഛൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ വ്യക്തി എന്നോട് ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, നിനക്ക് വാക്കിന് വിലയുണ്ടോ? നീ വാക്ക് പറഞ്ഞ വാക്കാണോ, അതോ ഇന്ന് പറഞ്ഞ നാളെ വേറെണ്ണം പറയുന്ന ആളാണോ? അപ്പോൾ അടുത്ത് നിൽക്കുന്ന അമ്മ അദ്ദേഹം പറഞ്ഞു, ഇവനൊരു കാര്യം തീരുമാനിച്ചാൽ ഒരു കഴിവുണ്ട്. തീരുമാനം എടുത്താൽ 50 ദിവസം 50 നോമ്പ് ഇവൻ കുടിക്കുകയില്ല. ഇവൻ തീരുമാനം എടുത്താൽ ആരെന്തൊക്കെ പറഞ്ഞാൽ തീരുമാനം. അപ്പൊ ഇവൻ വാക്കിന് വിലയുള്ളവനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പള്ളിയും തീരുമാനിക്കുക, ഞാൻ തൊടിയല്ല. നിന്റെ ജീവിതത്തിൽ നീ കർത്താവിലേക്ക് തിരിയാൻ തീരുമാനിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച്, ആ വ്യക്തി ആദ്യം ചിന്തിച്ചത്, ആദ്യം തീരുമാനിച്ചത് ഏതെങ്കിലും ഒരു അഗതി മന്ദിരത്തിൽ നിന്നോ ഏതെങ്കിലും ഒരു പാവപ്പെട്ട സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് കുറച്ച് സ്വർണം കൊടുത്ത് കല്യാണം നടത്തണമെന്നാണ് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയും ഒരു കല്യാണം നടക്കാൻ ആഗ്രഹിച്ച വ്യക്തി ചെയ്ത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട സ്ഥലത്ത് നിന്ന് ഏതെങ്കിലും കോൺവെന്റിലൊക്കെ നിൽക്കുന്നതോ എന്തു പാവപ്പെട്ട വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാനാണ് ഈ വ്യക്തിയുടെ തീരുമാനമായിരുന്നു. പക്ഷെ ഇവിടെ നിന്നൊരു തീരുമാനം പറയും, നീ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ തീരുമാനിക്കുക, നിനക്ക് ദൈവം സ്വർഗം അനുഗ്രഹം തരും. ഈ വ്യക്തി മദ്യപാനം മാറ്റി, ആ ശീലങ്ങളൊക്കെ മാറ്റി. ഈ വ്യക്തിക്ക് വളരെ നല്ല ഒരു കുടുംബത്തിൽ നിന്ന് ആലോചന വന്നപ്പോ ബന്ധുജനങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അവരുടെ കണ്ണു തള്ളിപ്പോ, നിനക്കെങ്ങനെയാണ് ഇത്രയും നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആലോചന വന്നതെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഇത് അത്ഭുതമാണ്. ദൈവം ഇങ്ങനെ, ഞാൻ ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് എങ്ങനെയും ഒരു കല്യാണം കഴിക്കണമെന്ന് ചിന്തിച്ച വ്യക്തിക്ക് നല്ല കുടുംബത്തിൽ നിന്ന് നല്ലൊരു വിവാഹാലോചന വന്ന് നല്ല ഒരു കുടുംബജീവിതത്തിലേക്ക് ദൈവം കൈപിടിച്ച് കയറ്റാൻ ദൈവം അനുഗ്രഹം കൊടുത്തു. നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ തീരുമാനിക്കണം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ കർത്താവിലേക്ക് തിരിയാൻ തീരുമാനിക്കുക. അതിന് വിലയുണ്ട്, ത്യാഗമുണ്ട്, കഷ്ടപ്പാടുണ്ട്, പ്രലോഭനമുണ്ട്, പ്രതിസന്ധികളുണ്ട്, ഒറ്റപ്പെടുത്തലുണ്ടാവും, കുറ്റപ്പെടുത്തലുണ്ടാവും, കളിയാക്കലുണ്ടാവും. നമ്മളെ കളിയാക്കി ചിരിക്കാൻ സാധ്യതയുണ്ട്. കർത്താവിലേക്ക് തിരിയുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ആളുകളുടെ മുഖത്തെ ചിരിയൊക്കെ പോകും. ഞാൻ ദൈവത്തിലേക്ക് തിരിയാൻ തുടങ്ങുമ്പോൾ എന്റെ കൂട്ടുകാർക്കൊന്നും അത്ര കൈയടിച്ച് സപ്പോർട്ട് ചെയ്തൊന്നും വരത്തില്ല. അത്ര ആത്മാർത്ഥമായ ഒരു സഹകരണമൊന്നും എല്ലാവരും കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ കർത്താവിലേക്ക് തിരിഞ്ഞാൽ കർത്താവ് നമ്മിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും തിരിയും. യഹോശാഫാത്ത് എന്ന രാജാവ് രാജ്യത്തിലെ ചില ആളുകൾ ഓടി വന്ന് പറഞ്ഞു, ഇതാ രാജാവേ, 3 ശക്തമായ സൈന്യങ്ങൾ നമ്മുടെ രാജ്യത്തിനെതിരെ യുദ്ധത്തിന് വരുന്നു, എന്തു ചെയ്യും അറിയത്തില്ല, വലിയ പ്രശ്നമാണ്. രാജാവ് ഉടനെ ഒറ്റ തീരുമാനം, കർത്താവിലേക്ക് തിരിയാൻ തീരുമാനിച്ചു. ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബങ്ങളിലും ഉപവാസം എടുക്കണം. നിങ്ങളുടെ മക്കളെ ഉപവസിച്ച് പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കണം. അത് നിങ്ങളുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹം ക്ഷണിച്ചു വരുത്തുന്ന പ്രാർത്ഥനയാണ്. ചേർന്ന് പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 2 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. സാവൂൾ കർത്താവിലേക്ക് തിരിയാൻ തീരുമാനിച്ചപ്പോ അവന്റെ കണ്ണുകളിൽ നിന്ന് ചെതുമ്പല് പോലെ എന്തോ ഒന്ന് താഴെ പോയി. കർത്താവ് അനനിയാസിന്റെ കരങ്ങളിലൂടെ അവനെ ശക്തമായി അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ഇനി എന്ത് ചെയ്യും? ഈ പ്രശ്നത്തിൽ എന്ത് ചെയ്യും? ഈ കടബാധ്യതയിൽ എന്ത് ചെയ്യും? ഈ കല്യാണം എങ്ങനെ നടത്തും? എനിക്ക് എങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റും? പ്രശ്നത്തിന്റെ കൂടായിരിക്കും. പ്രശ്നത്തിന്റെ വലിയ പ്രതിസന്ധിയോ ഒരു കടലിനോളം വലിയ പ്രശ്നമായിരിക്കും. പക്ഷെ ദൈവസന്നിധിയിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്.
എല്ലാത്തിനും അതിന് ദൈവസന്നിധിയിൽ ഉത്തരവുണ്ട്. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് യാക്കോബ് ശ്ലീഹ പറഞ്ഞത്, നിങ്ങളിൽ സങ്കടമുള്ളവർ, ദുരിതം അനുഭവിക്കുന്നവർ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട, വാതിലടച്ച് ഇനി ആരോടും ഞാൻ മിണ്ടുന്നില്ലെന്ന് പറയണ്ട. നിങ്ങളിൽ സങ്കടം അനുഭവിക്കുന്നവർ കണ്ണുനീരോടെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന് യാക്കോബ് ശ്ലീഹ പഠിപ്പിച്ചു. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ആരെങ്കിലും വിഷമത്തിലോ ദുഃഖത്തിലോ ഉണ്ടെങ്കിൽ ഇതാ കർത്താവിന്റെ സഹായം നിങ്ങൾക്ക് വരും. ദൈവം സഹായിക്കുക. നിങ്ങൾക്ക് വേണ്ടി ആദ്യം സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇതാ ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലം മുഴുവൻ ഒരു വലിയ പ്രത്യേക തരത്തിലുള്ള വെളിച്ചത്താൽ നിറഞ്ഞ് നമ്മൾ ആ വെളിച്ചത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് അനേകരെ ദൈവം ഇടപെടുന്നതും അനേകരുടെ രോഗങ്ങൾ ഈശോ എടുത്തു മാറ്റുന്ന മെസ്സേജുകൾ കർത്താവ് വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം എല്ലാവരും മനസ്സറിഞ്ഞ് സ്തുതിക്കുന്നു. ദൈവസന്നിധിയുടെ അഭിഷേകം നിറയാൻ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തണമേ, ദൈവശക്തി നിറയ്ക്കണമേ. ഓ ആത്മാവേ, ഓ ആത്മാവേ നിറയുക, ശക്തി കൊണ്ട് പൊതിയുക, ശക്തിയായി ഹൃദയായി നിറയട്ടെ, അഭിഷേകം ഒഴുകട്ടെ, രോഗപീഠകൾ എടുത്തു മാറ്റട്ടെ, തിന്മകള് അന്ധകാരത്തിന്റെ സ്വാധീനങ്ങൾ വിടുതലിന്റെ അഭിഷേകം ഇപ്പോൾ ഇറങ്ങട്ടെ. കുടുംബങ്ങളെ തൊടണമേ, വ്യക്തികളെ അഭിഷേകം ചെയ്യണമേ, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, ശക്തി കൊണ്ട് അഭിഷേകം ചെയ്യട്ടെ, നിറയട്ടെ, തടസ്സങ്ങളും മാറട്ടെ, അനർത്ഥങ്ങളും മാറട്ടെ, ശക്തി നിറയട്ടെ. ഓ ദൈവമേ, അഭിഷേകം ഒഴുകണമേ. ശക്തികളെ ശുദ്ധീകരിക്കണം.